അപ്പം നമ്മുടെ പ്രധാനമന്ത്രി ഇലക്ഷൻ കമ്മീഷനും വേണ്ടപ്പെട്ടയാളാ. അപ്പൊ അദ്ദേഹത്തെ ഇത്തരത്തിലുള്ള ആരോപണങ്ങളിൽ നിന്ന് രക്ഷിക്കേണ്ട ചുമതലയാർക്കാ? നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ജിക്കല്ലേ? അവരത് ചെയ്യേണ്ടതല്ലേ? അവർക്ക് ഇതുവരെ പ്രയാസമൊന്നുമില്ല, സിമ്പിൾ കാര്യം ചെയ്താൽ മതി. ഈ വോട്ടർ പട്ടികയുടെ ഡിജിറ്റൽ രൂപം രാഹുൽ ഗാന്ധിക്ക് കൊടുത്താൽ മതി. അദ്ദേഹം 15 മിനിറ്റ് കൊണ്ട് തെളിയിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് പോട്ടെ, 15 മിനിറ്റ് കൊണ്ട് നമുക്കൊരു 15 ദിവസം വേണേലും കൊടുക്കാം, ശകലം കൂടുതൽ കൊടുക്കാം. അത് തെളിയിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിന്റെ ഗുണമാർക്കാ? നമ്മുടെ മോദിജിക്കാ, ഇലക്ഷൻ കമ്മീഷനാ. മനസ്സിലായില്ലേ? ഇനി തെളിയിച്ചാലോ? തെളിഞ്ഞു എന്ന് വിചാരിക്കുക, കള്ളവോട്ട് വഴിയാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായതെന്ന് വ്യക്തമായി എന്ന് കരുതുക. ആകുമെന്നൊന്നും ഞാൻ പറഞ്ഞില്ലേ, വ്യക്തമാകുന്നു എന്ന് കരുതുക. അപ്പോ നമ്മുടെ പ്രധാനമന്ത്രി ഈ ഒരു കള്ളപ്പണിയിലൂടെയാണ് പ്രധാനമന്ത്രി സ്ഥാനത്ത് എത്തിയതെന്ന് നാട്ടുകാരെ മാനവര് അറിഞ്ഞോട്ട്. അപ്പൊ അതല്ലേ നല്ലത്? ഈ സംശയങ്ങൾക്ക് ഇട കൊടുക്കാതെ, അതിന്റെ പുകമറയിൽ ആരെയും നിർത്താതെ ഈ രേഖ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാല് സംഗതി ക്ലീനായി. കള്ളവോട്ട് നടന്നോ, വോട്ട് കൊള്ള നടന്നോ, അങ്ങനാണോ പ്രധാനമന്ത്രിയായത് എന്നൊക്കെ നമുക്കറിയാം.